വായു ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള റൈസ് വേവിച്ചെടുക്കാം. 1 കപ്പ് ബസ്മതി റൈസ് നന്നായി കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്തെടുക്കാം. ഇനി ഏകദേശം 4 കപ്പ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇടുക. കൂട്ടത്തിൽ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ നമ്മളിതിൽ ചേർക്കാറില്ല. റൈസ് ഒരു 80% വേവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെള്ളം നന്നായി ഊറ്റിക്കളഞ്ഞ് എടുക്കാവുന്നതാണ്. ഈ ചോറ് നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. പറ്റുമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള മുട്ട റെഡിയാക്കി വയ്ക്കാം. ഇവിടെ ഞാൻ 3 മുട്ട നന്നായി പതപ്പിച്ചെടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും മുട്ടയിൽ ചേർത്താണ് അടിച്ചെടുത്തേക്കുന്നത്. ഇനി ഒരു കടായിൽ അല്പം എണ്ണയൊഴിച്ച് മുട്ട നന്നായി ചിക്കി പൊരിച്ചെടുത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് 3 സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കാം. അത്യാവശ്യം കുറച്ച് വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചേർത്ത് ഒരു 10 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം അടുത്തതായി സ്പ്രിംഗ് ഓണിയൻ്റെ വെളുത്ത പാർട്ട് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഇളക്കാം. ഇനി 1/4 കപ്പ് വീതം ക്യാരറ്റും ക്യാപ്സിക്കവും ചെറുതായി അരിഞ്ഞത് ചേർക്കാം. പിന്നെ ബീൻസ്, ക്യാബേജ് എന്നിവയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഈ സമയങ്ങളിലെല്ലാം ഫ്ലെയിം ഹൈ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി മുട്ട ചിക്കി മാറ്റി വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് നന്നായി ഇളക്കുക. നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. നന്നായി വേവിച്ച് ചെറിയ പീസസ് ആക്കി ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് നന്നായി ഇളക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ചേർക്കാം. ചോറധികം ഉടഞ്ഞു പോകാതെ നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും ചേർക്കുക. ഈ സമയങ്ങളിലെല്ലാം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം ചേർത്ത് നന്നായി ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ചില്ലി ചിക്കൻ, ഗോബി മഞ്ചൂരിയൻ തുടങ്ങിയ കറികളുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.